പൂ പോലഴകുള്ള ഒരു ജീവിതം. ആലോചനാമൃതമായ ചിന്തകൾ കൊണ്ട് മനുഷ്യ മനസ്സുകളെ നിരന്തരം നവീകരിക്കുകയും മധുരോദാരമായ സ്നേഹം കൊണ്ട് അനേകരുടെ ജീവിതാനുഭവങ്ങളെ മധുരീകരിക്കുകയും ചെയ്ത ശേഷം 2015 ഡിസംബർ 27 ഞായറാഴ്ച വൈകിട്ട് 5:52 കർത്തൃസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയുടെ ജീവിതം അതിൻ്റെ ശോഭയിലും സൗന്ദര്യത്തിലും പൂ പോലഴകുള്ള ഒരു ജീവിതമായിരുന്നു. ശ്രേഷ്ഠനായ ഈ ഇടയശ്രേഷ്ഠന്റെ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ തിരുമേനിയോടൊപ്പം നമുക്കും യാത്ര ചെയ്യാം. Zacharias Mar Theophilus, Suffragan Metropolitan of the Marthoma Church, Kerala, India. Marthoma is St. Thomas Church. As Peter went to Rome, Thomas came to India, and since then there is the ancient St. Thomas Church, and I am a bishop of that church. നിരണം മട്ടയ്ക്കൽ കുടുംബാംഗമായ ശ്രീ വി കെ ഉമ്മന്റെ ഭാര്യ മറിയാമ്മ തലവടി സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന കാലം. കനത്ത മഴയിൽ പമ്പാനദി രൗദ്രഭാവം പൂണ്ടൊഴുകുന്ന സമയം. മറിയാമ്മ ടീച്ചർക്ക് സ്കൂൾ വിട്ടുകഴിഞ്ഞ് വീട്ടിൽ എത്തേണ്ടതാണ്. ടീച്ചർ വള്ളത്തിൽ നദി കടക്കാൻ തീരുമാനിച്ചു. മലവെള്ളപ്പാച്ചിലിന്റെ അട്ടഹാസത്തിൽ വള്ളം മറിഞ്ഞു. മുങ്ങിയും പൊങ്ങിയും ഒഴുക്കിൽപ്പെട്ട് ടീച്ചർ ഒഴുകുകയാണ് ജീവിതത്തിനും മരണത്തിനുമിടയിലൂടെ. രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പലതും വിജയിച്ചില്ലെങ്കിലും അവസാനമായി മുങ്ങിപ്പൊങ്ങിയപ്പോൾ ആരോ ഒരാൾ ആ ടീച്ചറെ വലിച്ചുപൊക്കി കരയിൽ കയറ്റി. ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ എന്ന ആത്മകഥയിൽ ദൈവമെന്ന മാതാവിനെ അങ്ങനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാനുണ്ടാകുമായിരുന്നില്ല എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് സക്രിയാസ് തിരുമേനി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അന്ന് രക്ഷിച്ചത് മറിയാമ്മ എന്ന ടീച്ചറെ മാത്രമായിരുന്നില്ല. മാർത്തോമാ സഭയ്ക്ക് ദൈവം കരുതി വച്ചിരുന്ന അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത എന്ന വരദാനത്തെ കൂടിയായിരുന്നു. നിരണം സ്വദേശിയായ മട്ടയ്ക്കൽ കുടുംബാംഗം ശ്രീ വി കെ ഉമ്മന്റെയും പുത്തൻകാവ് ഐക്യരേത്ത് കൊച്ചാശാന്റെ മകൾ മറിയാമ്മയുടെയും മകനായി 1938 ഓഗസ്റ്റ് 29 ഉമ്മൻ കോരുത് എന്ന സണ്ണി പിറന്നു. I come from a place called Niranam, where we believe St. Thomas established a church there. So I'm very happy to come to this place as an ambassador of the church. Now, I started my career as a teacher, a school teacher. I was very happy, but I had a calling to become a minister of the church. I went for higher studies in India as well as in USA, and had my master's from Princeton and doctorate from Boston, and then became a priest and a bishop. And since 1991, I am in the ecumenical movement. പിതാവ് ശ്രീ വി കെ ഉമ്മൻ തലവടിയിലെ അഞ്ചൽ മാസ്റ്ററായിരുന്നു. ഭക്തി നിർഭരമായിരുന്നു അവരുടെ ഭവനം. അതുകൊണ്ട് തന്നെ ഭക്തി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഉമ്മൻ കോരുത് എന്ന കുട്ടി വളർന്നു വന്നത്. വേദപുസ്തക കഥകൾ മാത്രമായിരുന്നില്ല അമ്മ മകന് പറഞ്ഞു കൊടുത്തിരുന്നത്. ഫാദർ ഡാമിയന്റെയും ഡോക്ടർ കഗാവയുടെയും ഡേവിഡ് ലിവിങ്സ്റ്റന്റെയും ജീവചരിത്ര കഥകൾ ചെറുപ്രായത്തിൽ തന്നെ അമ്മ മകന് പകർന്നു കൊടുത്തിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയിലും പള്ളി ആരാധനയിലും പങ്കെടുക്കുന്നതിൽ ആ കുട്ടിക്ക് എന്നും ഒരാവേശമുണ്ടായിരുന്നു. പ്രാർത്ഥന നിപുണനായിരുന്നു. വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥനയെ പറ്റിയൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മറ്റ് മക്കളെല്ലാവരും നിലത്ത് പായിലും നിലവിളക്കിൻ്റെ ചുറ്റുമിരുന്ന് സന്ധ്യയ്ക്കും രാവിലെയും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് കുടുംബത്തിലെ ആദ്യത്തെ കർമ്മമായിട്ട് ഞാൻ ഓർക്കുന്നത്. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ഈ സാക്ഷ്യം പിതാവിനെക്കുറിച്ച് മാത്രമല്ല, ആ പിതാവിൻ്റെ മകനായി ജനിച്ച് നിർണത്തുനിന്നും ഒരു ദൈവകിരണമായി ഉദിച്ചുയർന്ന് ആയുസ് മുഴുവൻ
മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്കും മാർത്തോമാ സഭയിലൂടെ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിലൂടെ ഭാരതത്തിലെ സഭകൾക്കും അഖില ലോക സഭാ കൗൺസിലിനും പ്രകാശം ചൊരിഞ്ഞ സക്രിയാസ് തിരുമേനിയെക്കുറിച്ചും പറയുവാൻ കഴിയും. തിരുമേനിയുടെ വിദ്യാഭ്യാസ കാലയളവിൽ ഏറ്റവും വലിയ സ്വാധീനമായി തീർന്നത് ആലുവ UC കോളേജായിരുന്നു. ആലുവ UC കോളേജിലെ ബിരുദ പഠനത്തിനു ശേഷം ആലുവ സെറ്റിൽമെന്റ് സ്കൂളിൽ അധ്യാപകനായി തിരുമേനി കുറേ നാൾ പ്രവർത്തിച്ചു. മാർത്തോമാ സഭയിലെ പട്ടത്ത ശുശ്രൂഷയാണ് തൻ്റെ ഭാവി നിയോഗം എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും അക്കാലത്ത് ആ അധ്യാപകനെ ഭരിച്ചിരുന്നില്ല. എന്നാൽ 23-ാമത്തെ വയസ്സിൽ പെരുമ്പാവൂർ ആശ്രമം സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പെരുമ്പാവൂർ സ്കൂളിൻ്റെ മാനേജർ കൂടിയായ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് അഭിവന്യ മാത്യൂസ് മാർ അത്താനാസ്യോസ് എപ്പീസ്കോപ്പയെ കണ്ട് അനുഗ്രഹ ആശീർവാദം വാങ്ങാൻ ഉമ്മൻ കോരുത് എന്ന നിയുക്ത അധ്യാപകൻ തിരുമേനിയുടെ അടുത്തു ചെന്നപ്പോൾ മാർത്തോമാ സഭയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിസ്തുലമായ നേതൃത്വവും സംഭാവനകളും നൽകിയ മാത്യൂസ് മാർ അത്താനാസ്യോസ് തിരുമേനി അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പറഞ്ഞ വാചകം ശ്രദ്ധേയമായിരുന്നു. മലങ്കരയുടെ മെത്രാൻ സ്ഥാനം നിനക്ക് തരാം, നിന്റെ പ്രായം എനിക്ക് തന്നാൽ മതി. ജബൽപൂരിലെ വൈദിക പരിശീലനം പൂർത്തീകരിച്ച ശേഷം 1966 മെയ് 5-ാം തീയതി ഷെമ്മാശനായും 1966 ജൂലൈ 7-ാം തീയതി കശീഷയായും പട്ടം കെട്ടി. 1980-ൽ കോഴഞ്ചേരി ഇടവകയുടെ വികാരിയായിരിക്കുമ്പോഴാണ് ഫെബ്രുവരി മാസം 8-ാം തീയതി തിരുവല്ല VGM ഹാളിൽ കൂടിയ സഭാ പ്രതിനിധി മണ്ഡലം 96% വോട്ടോടുകൂടി മാർത്തോമാ സഭയിലെ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് റവറന്റ് ഉമ്മൻ കോരുത് എന്ന ചേതസുറ്റ പ്രതിഭയെ തിരഞ്ഞെടുത്തത്. തിരുവല്ല SC കുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ മദ്ബഹായിൽ പുതിയ നിയോഗം സ്വീകരിച്ച് എപ്പിസ്കോപ്പ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞു വന്ന് നിന്നപ്പോൾ ദൈവജനം കണ്ടത് സൂര്യ തേജസ്വിയായ ഒരു മേൽപ്പട്ടക്കാരനെയായിരുന്നു. 1980 മെയ് 1-ാം തീയതി സഭയിലെ എപ്പിസ്കോപ്പ ആയ ശേഷം ആദ്യം നിയമിതനായത് അടൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ മേലധ്യക്ഷനായിട്ടാണ്. ശാരീരികമായി പരിമിതികൾ ഉള്ളവർക്കുള്ള പത്തനാപുരം ആശാഭവൻ, ജോലിയുമായുള്ള ബന്ധത്തിൽ പത്തനംതിട്ടയിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്കായുള്ള വനിതാ ഹോസ്റ്റൽ, കോട്ടയത്ത് മാങ്ങാനത്തുള്ള മദ്യവിമുക്ത ശുശ്രൂഷാ കേന്ദ്രമായ മോചന, ഡോക്ടർ തോമസ് മാർ അത്തനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയുടെ ദർശനങ്ങളും ആദർശങ്ങളും കാഴ്ചപ്പാടുകളും സ്മരണകളും നിലനിർത്തുവാനായുള്ള മാങ്ങാനത്തുള്ള തോമസ് മാർ അത്തനേഷ്യസ് ഓറിയന്റേഷൻ സെന്റർ, ഗിരിവർഗക്കാരായ കുട്ടികൾക്ക് വേണ്ടി തൃക്കാക്കരയിൽ പണികഴിപ്പിച്ച ഗിരിദീപ്തി ഹോസ്റ്റൽ, കാക്കനാട്ടുള്ള മാർത്തോമ പബ്ലിക് സ്കൂൾ, ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ നരസാപുരം മിഷൻ ഫീൽഡും അവിടെയുള്ള സ്കൂളും, ക്യാൻസർ രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും കരുതുന്ന കരുതൽ, ഉപരിപഠനത്തിന് സാമ്പത്തിക ക്ലേശമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായുള്ള ഹയർ എഡ്യൂക്കേഷൻ ലോൺ പ്രോജക്റ്റ്, ദളിതർക്ക് സഹായഹസ്തമേകുന്ന ദളിത് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്, ചെങ്ങന്നൂർ ഭദ്രാസന കൺവെൻഷൻ വേദിയായ തരംഗം എന്നിങ്ങനെയുള്ള അനേകം സ്ഥാപനങ്ങളും പ്രോജക്റ്റുകളും തിരുമേനിയുടെ ദർശനങ്ങളുടെ സാക്ഷാത്കാരങ്ങളാണ്. ഡെൻമാർക്കിൽ നടന്ന അഖിലലോക സഭാ കൗൺസിലിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ തിരുമേനിയുടെ ഹൃദയത്തിൽ രൂപകൽപ്പന ചെയ്ത പ്രോജക്റ്റാണ് ശാന്തിഗിരി. ശാന്തിഗിരി ആശ്രമം ആലുവ ഇടത്തല ഗ്രാമത്തിലുള്ള മനോഹരമായ ഒരു കുന്നിൻ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ്. ശാന്തിഗിരിക്ക് ഒരു തീമുണ്ട്, പീസ് ഇൻ ഹാർമണി. ഒരു തീം സോങ് ഉണ്ട്, ശാന്തി തൻ കേദാരമേ നിന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ. ശാന്തി തൻ കേദാരമേ നിന്നിൽ ശാന്തി തേടിയിടുന്നു ഞാൻ. NCCIയിലും അഖിലലോക സഭാ കൗൺസിലിലും അനുഗ്രഹീതമായ സാന്നിധ്യമേകി പ്രവർത്തിക്കുവാൻ തിരുമേനിക്ക് അവസരം ലഭിച്ചു. 15 സംവത്സരം അഖിലലോക സഭാ കൗൺസിലിന്റെ 20-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും 150-അംഗ സെൻട്രൽ കമ്മിറ്റിയിലും മാർത്തോമാ സഭയെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുവാനുള്ള അസുലഭമായ ഭാഗ്യം തിരുമേനിക്ക് ലഭിച്ചു. ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായും തിരുമേനി പ്രവർത്തിച്ചിട്ടുണ്ട്.
അടൂർ മാവേലിക്കര, കോട്ടയം റാന്നി, മലബാർ കുന്നംകുളം, സൗത്ത് സോൺ ഓഫ് ബോംബെ ഡൽഹി, മലേഷ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ, കോട്ടയം കൊച്ചി, നോർത്ത് അമേരിക്ക യൂറോപ്പ്, മദ്രാസ് കൽക്കട്ട, ചെന്നൈ ബാംഗ്ലൂർ, ചെങ്ങന്നൂർ മാവേലിക്കര എന്നീ ഭദ്രാസനങ്ങളുടെ അധ്യക്ഷനായി തിരുമേനി ശ്രദ്ധേയമായ നേതൃത്വം നൽകി. വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ, ECC ബാംഗ്ലൂർ, നാഷണൽ മിഷണറി സൊസൈറ്റി, ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി, ദൈവശാസ്ത്ര സാഹിത്യ സമിതി എന്നിവയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള തിരുമേനി എക്യൂമിനിസത്തിന്റെ ശക്തനായ വക്താവായിരുന്നു. തിരുമേനിയുടെ പ്ലസൻറ്റ് സ്മൈൽ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് പീപ്പിൾ വിൽ ഓൾവേസ് റിമെമ്പർ അബൌട്ട് ഹിം. അതുപോലെ തന്നെ വളരെയധികം ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു തിരുമേനി. പൊട്ടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. 2 കല്യാണം കഴിച്ച ആളിനോട് ആദ്യത്തെ ഭാര്യയോടുള്ള ജീവിതമാണ് രണ്ടാമത്തെ ഭാര്യയോടുള്ള ജീവിതമാണ് നല്ലത് എന്ന് ചോദിച്ചാൽ അങ്ങനെ കല്യാണം കഴിച്ചല്ലോ എന്ന് ചിന്തിച്ചു. തിരുമേനിയുടെ മാരാമൺ കൺവെൻഷൻ്റെ ഒരു പ്രസംഗം തന്നെ തിരുമേനി ഒരു സിനിമാ പാട്ടിൻ്റെ ഈരടികൾ പാടിയിട്ട് തിരുമേനി അതിൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്നതായിട്ടും. യുവജനങ്ങളുടെ ഹരമായി മാറിയിരിക്കുന്ന ഒരു പടമുണ്ട്. ഉസ്താദ് ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര്. അതിലെ രസകരമായ ഒരു ഗാനമുണ്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമായി അമ്മായി ചുട്ടതു മരുമോനക്കായി, അമ്മായി കൊച്ചമ്മായി മരുമോൻ്റെ കൊച്ചമ്മായി കച്ചവടം പൊട്ടിയപ്പം വട്ടായിപ്പോയി. ഒമാനിലെ എപ്പിസ്കോപ്പൽ സന്ദർശനം മസ്കറ്റ് മാർത്തോമായ ഇടവകയിലെ വിശുദ്ധ കുർബാനയോടെ 2015 ഡിസംബർ മാസം 25-ാം തീയതി അവസാനിക്കുമ്പോൾ അത് അഭിമന്യ തിരുമേനിയുടെ അവസാന ശുശ്രൂഷയായിരിക്കുമെന്ന് ആരും കരുതിയില്ല. കർത്താവും കർത്താവിൻ്റെ സഭയും ഭരമേൽപ്പിച്ച ശുശ്രൂഷകളിൽ കർമ്മനിരതനായിരിക്കുമ്പോൾ തന്നെയാണ് തിരുമേനി നിത്യസ്വസ്ഥതയിലേക്ക് 2015 ഡിസംബർ 27-ാം തീയതി ചേർക്കപ്പെട്ടത്. ഇന്നലെ അന്തരിച്ച മാർത്തോമ സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ സഖറിയാസ് മാർ തിയോഫിലിസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ മൃതദേഹം നാളെ തിരുവല്ല SC പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. വിശ്വാസസ്ഥിരതയോടെ തൻ്റെ ജനത്തിനു മുൻപാകെ കർത്താവിനു വേണ്ടി മടികൂടാതെ വേല ചെയ്ത് വിശ്രാമം പ്രാപിച്ചിരിക്കുന്ന തിരുമേനിയുടെ മഹനീയ സേവനങ്ങൾ ചിരസ്മരണീയമാണ്. കർത്താവിൻ്റെ 2ാം വരവെങ്കിൽ പുനരുത്ഥാന നാളിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ സഭയായി നമുക്ക് കൂടുതൽ ഉത്സുകരാകാം. ദർശനങ്ങളുടെ മഹാകാശങ്ങളിൽ നിരന്തരം സഞ്ചരിക്കുകയും അപ്രകാരം സഞ്ചരിക്കുവാൻ ജനങ്ങളെ ഒരുക്കിയെടുക്കുകയും ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിലെല്ലാം വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പുന്ന 1000 കരങ്ങളായി സ്നേഹതരംഗമായി മാറുകയും ചെയ്ത ഭാഗ്യസ്മരണീയനായ ഡോക്ടർ സഖറിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം. My concern is peace in the world, and church alone cannot bring peace.
church with all other people of faith and of no faith. All have to stand together to bring peace for humanity, peace in the creation, and to have a heaven on earth.